ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ ക്യാമറ എങ്ങനെ വെച്ചിരിക്കണേന്ന് വിചാരിക്കല്ലേ കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്തിലുള്ളൊരു വീഡിയോ കിട്ടിയപ്പോൾ അതൊക്കെ കൂടിങ്ങാണ്ട് ഒരു ലോങ് വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിന് തീയൊക്കെ കത്തിച്ചിങ്ങാണ്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പ് കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ കഴുകിങ്ങാണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലിപ്പുകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഇതൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. ആ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചുരുക്കി ചുരുക്കിങ്ങാണ്ട് ഒരു മിനിറ്റ് ആക്കിങ്ങാണ്ട് ഇടുന്നത് ഷോർട്ട്സ് ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് എന്നുള്ളത് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ ഈ ആംഗിളിലാണെങ്കിലും കുഴപ്പമില്ല, ഒരു ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ച് അതിട്ടതാണ്. ഇനിയിപ്പോൾ അതാ ചോറ് വെക്കാനുള്ള അരിയൊക്കെ എടുത്തങ്ങാണ്ട് കഴുകി എടുക്കാന്ന് കേട്ടോ. അപ്പോൾ ഇന്നെന്താ പുറത്തെത്തിക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. നമ്മുടെ ചുറ്റോറും നിറയെ റബ്ബറും മരങ്ങളും ഒക്കെ കൂടെ ആയത് കാരണം നമ്മളുടെ കിച്ചണിൽ പോലും വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞതിന് ശേഷമൊക്കെ തണുപ്പ് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെയിലുദിച്ച് വരണം കേട്ടോ. എന്നാലും ചിലപ്പോൾ തണുപ്പ് മാറൂലെന്ന് തോന്നും. അത് എനിക്ക് തണുപ്പ് കുറച്ച് അധികമാണ് കേട്ടോ. തീരെ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയൂല. ചൂട് ഞാൻ എത്ര വേണേലും ഫാൻ ഇടാണ്ട് കിടക്കും കേട്ടോ. പക്ഷെ തണുപ്പ് എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കായ കൂടെ അരിഞ്ഞെടുക്കുകയാണ്. ഇത് ഉപ്പേരി വെക്കാനാണ് കേട്ടോ. ഇവാൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അധികമൊന്നും എടുക്കാണ്ട് ഒരു 2-3 കായുള്ളൂ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ കാണുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിന് വീഡിയോ എടുക്കുന്ന ടൈമിൽ വീഡിയോ കുറച്ചൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ഇത് എന്താ പറയുക, ഉണക്കമീനാണ് കേട്ടോ. എനിക്ക് പച്ചമീൻ ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ ഒന്നുകൂടി പ്രിയം ഈ ഉണക്കമീനോടാണ് കേട്ടോ. അപ്പോൾ ഉണക്കമീനും കൂടെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പരിപ്പ് കറി ഉണക്കമീൻ പൊരിച്ചതൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലിട്ടിട്ട് ഞാൻ അപ്പം തന്നെ അത് തൊലിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇവ പോകുന്നതിന് മുമ്പ് തന്നെ ഉച്ചക്കൽക്കുള്ള എല്ലാ പണികളും തീർത്ത് കിച്ചൺ നല്ല വെടുപ്പായിട്ട് വെച്ചാൽ അന്നത്തെ ദിവസം വലിയ മടിയില്ലാണ്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓള് എണീച്ചിട്ടില്ല കേട്ടോ. ഓളവിടെ ബെഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുക, അത്യാവശ്യം പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയപ്പോൾ വെപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പ്രിപ്പറേഷൻസ് ഏകദേശം കഴിഞ്ഞപ്പോൾ അകൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല മഞ്ഞായത് കാരണം ഞാനിന്ന് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കര മഞ്ഞും ഭയങ്കര തണുപ്പാണ് കേട്ടോ. രാവിലെ കിച്ചണിലോട്ടൊന്നും വരാനേ തോന്നൂല, അത്രത്തോളം തണുപ്പാണ് കേട്ടോ. നമ്മളിവിടെ നമ്മൾ വയനാടാണോ എന്നൊന്നൊരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കരുത് കേട്ടോ. വയനാടൊന്നല്ല, പക്ഷെ 4 പുറം ഞാൻ പറഞ്ഞല്ലോ മരങ്ങളും റബ്ബറും ഒക്കെ കൂടെ ആയത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്. നിങ്ങളവിടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ആക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടിച്ചുവാരൽ ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ അടിച്ച് ഹോളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാനക്കുട്ടി രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഓളൊരു കുറച്ച് ഞാൻ എണീച്ചൊക്കെ വന്ന് എൻ്റെ കിച്ചണത്തെ പണികളൊരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ആളെണീച്ച് വരും കേട്ടോ. ഇവ പിന്നെ നമ്മൾ പോയി വിളിക്കുക തന്നെ വേണം, എന്നാലേ എണീക്കുള്ളൂ. പക്ഷെ വിളിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണേലും എണീക്കും കേട്ടോ. ഇവാനെങ്ങനെ അറിയോ, നേരത്തെ വിളിച്ച് കഴിഞ്ഞാൽ കരയാതെ എണീക്കും. കറക്റ്റ് ടൈമിൽ പോയി വിളിച്ച് കഴിഞ്ഞാൽ ആൾ കരഞ്ഞിട്ട് എണീക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് നേരം കിടന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ ടൈമിന് പോയിട്ടേ വിളിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളുടെ അടിച്ചുവാരൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചുവാരി ഇട്ടാൽ തന്നെ വീട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന പോലെ തോന്നും കേട്ടോ. കിച്ചണത്തെ പണിയും അടിച്ചുവാരലും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മളുടെ മടി പോയി കിട്ടും കേട്ടോ. കാരണം അകം വൃത്തിയേടായി കിടക്കുക, കിച്ചൺ വൃത്തിയേടായി കിടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പണി എടുക്കാൻ തോന്നാതെ എവിടെ തുടങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കുക കേട്ടോ. അത്യാവശ്യം പണി കഴിഞ്ഞ പോലെയാണ് നമ്മുടെ കിച്ചണും അകമൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കുകയാണ് ുണ്ടെങ്കിൽ അങ്ങനെ വലിച്ചു വാരി ഒരുപാട് വൃത്തികേടായി കിടക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യമല്ല കേട്ടോ. ഇനിയിപ്പോൾ ഉണക്കമീനിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് പുളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഉപ്പും ഇട്ടുങ്ങാണ്ട് അമ്മിയിലിട്ടിട്ടാണ് കേട്ടോ അരക്കുന്നത്. അപ്പോൾ ഒരു ചുടിക്ക് ആ ഒരു ഉണക്കമീൻ്റെ ഒക്കെ കൂടെ തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും വേണം തോന്നിയപ്പോൾ ചമ്മന്തി അരക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അയാനക്കുട്ടി അതിൻ്റെ ഇടയിൽ പോയിങ്ങാണ്ട് ഒരു കൂട്ടം ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് തന്നെയാണ് പണി. മിനിറ്റിന് ഓരോ കൂട്ടം ഡ്രസ്സ് പോയിങ്ങാണ്ട് അങ്ങനെ മാറി ഇടും. എത്ര നമ്മൾ വേണ്ട പറഞ്ഞു കഴിഞ്ഞാലും ആൾ കേൾക്കൂല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും വിചാരിക്കും എന്താച്ചാൽ കാട്ടട്ടെ എന്ന് വിചാരിക്കും. കാരണം പറഞ്ഞാൽ പിന്നെ അത് ഓൾക്ക്
ഇട്ടാലേ നിൽക്കുള്ളൂ, അല്ലാണ്ട് സമ്മതിക്കൂല. അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുക്കും. 10 മിനിറ്റേ അത് ഇടുള്ളൂ കേട്ടോ. അത് കാരണം ഞാൻ പിന്നെ അത് അപ്പം തന്നെ കൊണ്ടുപോയിങ്ങാണ്ട് എടുത്ത് വെക്കുകയും ചെയ്യും കേട്ടോ. അത് ഉരിങ്ങാണ്ട് പിന്നെ വേറെ ഡ്രസ്സ് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ടിട്ടുണ്ടാകും. അപ്പോൾ അതാ നമ്മളെ എന്താ പറയുക, ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ ഗ്യാപ്പ് നോക്കിങ്ങാണ്ട് അയാനെക്കുട്ടി അവിടുന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നായ്ക്കൾ വരും, കൊണ്ടുപോകുള്ളൂ, കടിച്ച് കൊണ്ടുപോകുള്ളൂ ഒക്കെ പറഞ്ഞോക്കണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലാട്ടോ എന്ന് പറഞ്ഞങ്ങാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുളി എന്ന് പറയുന്നത് കുരുള്ള പുളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരു എടുത്തുങ്ങാണ്ട് പെറുക്കി കളയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് ഏകദേശം നിറഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ അതിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂട്ടാനുകളൊക്കെ കൂട്ടിങ്ങാണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്കും ചോറ് കഴിക്കാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ വീഡിയോസിലും പറയണേ. അപ്പോൾ ഒന്നരക്കുമ്പോഴേക്കിനും ഒരു കുരി പുറത്തേക്ക് വരും, പിന്നെ ഒന്നരക്കുമ്പോഴേക്കിനും ഒരു കുരി പുറത്തേക്ക് വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെറുക്കി എടുത്തുങ്ങാണ്ട് കളയുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചമ്മന്തികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ചെറുപ്പം മുതൽക്കേ ഉമ്മ ഇതുപോലെ ചമ്മന്തി, അച്ചാർ ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഉമ്മാൻ്റെ ചമ്മന്തി, അച്ചാർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൂട്ടാൻ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അത് കൂട്ടി പടിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ചമ്മന്തികൾ, അച്ചാർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചമ്മന്തി അരക്കാറുണ്ട്. പിന്നെ അമ്മില്ലാത്തൊരു പ്രശ്നം കാരണം ചമ്മന്തി അരക്കൽ അതിനിടയിൽ ഞാൻ ഇവിടേക്ക് പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഞാനൊന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തറവാട്ടിലായിരുന്നത് അമ്മിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പുതിയ വീട്ടിൽ അമ്മിത്തറ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മി ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന അമ്മിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഉമ്മ ഇത് കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതുമ്മ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ അമ്മിമ്മയുടെ ചമ്മന്തി അരക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മക്കൾക്കും അങ്ങനെ ഓവർ എരി പറ്റുന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അവർ എരിവ് കൂട്ടും കേട്ടോ. ചെറുതിലെ തൊട്ടേ ഞാൻ കറിയൊക്കെ പറഞ്ഞിട്ടാണ് ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ചിലരുണ്ട് 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ കറികളും കാര്യങ്ങളൊക്കെ പാർന്ന് ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മളെന്താണോ കഴിക്കണത് അത് അവർക്ക് കൊടുത്ത് ശീലാക്കിയത് കാരണം അവർക്ക് ഇങ്ങനെ എരിയുള്ളത് പറ്റൂല, അല്ലെങ്കിൽ കറി പാർന്ന് കഴിക്കൂല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചമ്മന്തി അരച്ച് വന്നപ്പോഴേക്കും ചോറ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ചിക്കൻ കറി വെക്കുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഞാൻ പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ചോറ് ഞാനിവിടെ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോസിന് കമൻറ്റും ലൈക്കും ഒക്കെ കുറവാണ് കേട്ടോ. ഷോർട്സിനാണെന്നുണ്ടെങ്കിലും തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ്. ലൈക്കും കമൻസും കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെക്കമെൻഡേഷനിൽ പോവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പ് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ പച്ചക്കായ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പേരി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പേരി ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണക്കമീനുണ്ട്, ചമ്മന്തി ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇവാക്ക് ഉണക്കമീൻ കൊടുത്ത് വിടണ്ടല്ലോ വിചാരിച്ചിട്ട് ഉപ്പേരി വെച്ചതാണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഞാൻ മീനും പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇത്ര കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കണ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഗ്യാസിലും ഉണ്ടാക്കാറുണ്ട്, അടുപ്പിലും ഉണ്ടാക്കാറുണ്ട്. ഞാൻ പറയലുണ്ടല്ലോ വീഡിയോയിൽ. ഇപ്പോൾ പിന്നെ ഉണങ്ങിയ വിറകും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ എന്താ പറയുക, അടുപ്പ് അങ്ങനെ കത്തിച്ചെന്നാണ്. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാതും അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുക. ഏകദേശം എല്ലാതും അതിലുണ്ടാക്കുക. ഇനിയിപ്പോൾ അതാ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ പച്ചക്കായ ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവാൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയെന്ന് കേട്ടോ. പിന്നെ കുറച്ച് ചമ്മന്തി കൂടെ ഒന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോയത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.